2026 ഫുട്ബോൾ ലോകകപ്പിൽ വിവാദങ്ങൾ അർജന്റീനയെ വിടാതെ പിന്തുടരുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന വിവാദം റഫറിയിങ്ങിൽ അർജന്റീനക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നു എന്നതായിരുന്നെങ്കിൽ, ഇംഗ്ലണ്ടുമായി നടന്ന സെമി ഫൈനൽ മത്സരത്തിന് ശേഷം മറ്റൊരു വിവാദം അർജന്റീനയെ വേട്ടയാടുന്നു. എന്താണ് പുതിയ വിവാദം? ഇംഗ്ലണ്ടിനെതിരെ നടന്ന വാശിയേറിയ മത്സരത്തിൽ അർജന്റീന വിജയിച്ചതിന് പിന്നാലെ അർജന്റീനൻ താരങ്ങൾ ഗ്രൗണ്ടിൽ ഉയർത്തിയ ബാനറിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത്. എന്തായിരുന്നു അർജന്റീന താരങ്ങൾ ഗ്രൗണ്ടിൽ ഉയർത്തിയ ബാനർ എന്ന് പറയുന്നതിന് മുമ്പ് ഫുട്ബോളിലെ ചില നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ മതപരമായോ രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ഉള്ള എല്ലാ മുദ്രാവാക്യങ്ങളും എല്ലാ ഐക്കണുകളും നിരോധിച്ചിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര ഫുട്ബോൾ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ടീമോ താരങ്ങളോ ആരെങ്കിലും രാഷ്ട്രീയപരമായോ മതപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉള്ള പോസ്റ്ററുകളും ബാനറുകളും മറ്റ് മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയർത്തുകയാണെങ്കിൽ അവർക്ക് ഫിഫയുടെ വിലക്ക് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ വൻ പിഴ ഒടുക്കേണ്ടി വരും. ഇന്നലെ അത്തരമൊരു സാഹചര്യത്തിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. കളി കണ്ടവർക്കറിയാം, ഇന്നലെ ഇംഗ്ലണ്ട് അർജന്റീന മത്സരം തുടക്കത്തിൽ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്തോ മുൻവൈരാഗ്യം വെച്ച് താരങ്ങൾ കളിക്കുന്നത് പോലെ, വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ ആയിരുന്നു കാര്യങ്ങൾ. വളരെ വാശിയേറിയ മത്സരത്തിൽ അർജന്റീനയുടെ വിജയത്തിന് പിന്നാലെ അർജന്റീനയുടെ ചില താരങ്ങൾ ഗ്രൗണ്ടിൽ ഒരു ബാനർ ഉയർത്തി. ലാൽ മാൽവിനാസ് സൺ അർജന്റീനാസ് എന്നായിരുന്നു ആ ബാനറിൽ സ്പാനിഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്താണ് അതിനർത്ഥം? മാൽവിനാസ് ദ്വീപ് അർജന്റീനയുടേതാണ് എന്നാണ് അതിനർത്ഥം. എന്താണ് അതും ഈ കളിയുമായി ബന്ധം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയം കടന്നു വരുന്നത്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു അധികാര തർക്കമാണ് ഈ മാൽവിനാസ് ദ്വീപുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് 480 കിലോമീറ്റർ മാറിയാണ് മാൽവിനാസ് ദ്വീപ്. ഫോക്ലാൻഡ് ദ്വീപ് എന്നാണ് ഇംഗ്ലീഷുകാർ അതിനെ വിളിക്കുന്നത്. ആ ദ്വീപുമായി ബന്ധപ്പെട്ട് അധികാര തർക്കം അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ 19ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1982 ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ ഒരു യുദ്ധം വരെ നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് 255 പേരും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് 649 പേരും മരണപ്പെടുക വരെ ഉണ്ടായി. ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ആ ദ്വീപുമായി ബന്ധപ്പെട്ടുള്ള അവകാശ തർക്കത്തിന്റെ ബാനറാണ് അർജന്റീനൻ താരങ്ങൾ ഗ്രൗണ്ടിൽ ഉയർത്തിയത്. ഇവിടെ നമ്മൾ ഫിഫ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായും പഠിക്കേണ്ടതുണ്ട്. ഒരു താരമോ ഒരു ഫുട്ബോൾ സംഘമോ ഗ്രൗണ്ടിൽ രാഷ്ട്രീയപരമായോ മതപരമായോ അതേപോലെ വ്യക്തിപരമായോ ഉള്ള പ്ലക്കാർഡുകളും ബാനറുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തുകയാണെങ്കിൽ ആ താരത്തിനും ആ ടീമിനും ആ ഫുട്ബോൾ ഫെഡറേഷനും വരെ ചിലപ്പോൾ വിലക്ക് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ വൻ പിഴ ഒടുക്കേണ്ടി വരും. ഇന്നലെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷമാണ് അർജന്റീനൻ താരങ്ങൾ ഈ ബാനർ ഉയർത്തിയത് എന്നതിനാൽ ഫൈനൽ മത്സരത്തിൽ ആ താരങ്ങൾക്ക് വിലക്കുണ്ടാകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കേണ്ടി വരുമോ? അതേപോലെ തന്നെ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനും ആ താരങ്ങൾക്കുമെതിരെ ഫിഫ പിഴ നിയമം പാസ്സാക്കുമോ, പിഴ ഒടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫൈനൽ മത്സരം മാത്രമാണ് ഇനി നടക്കാനുള്ളത്. അർജന്റീനയുടെ പ്രമുഖ താരങ്ങൾ തന്നെയാണ് ആ ബാനർ ഉയർത്തിയത് എന്നതിനാൽ ഫൈനൽ മത്സരത്തിൽ ഇവർക്ക് വിലക്ക് ലഭിച്ചാൽ അത് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫലത്തെ തന്നെ ബാധിച്ചേക്കാം. ഇനി അവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ഫിഫക്ക് ബാധ്യതയാകും. കാരണം ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഫിഫ അർജന്റീനക്ക് ഫേവറായി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം പരക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യം നടന്നിട്ട് ഒരു നടപടിയും ഇല്ലാതായി കഴിഞ്ഞാൽ അതും ഈ തരം ഫേവറിങ്ങിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകും എന്നുള്ളതിനാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കാൻ ഫിഫക്കാകില്ല. എന്താണ് ഈ താരങ്ങൾക്കും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമെതിരെ ഫിഫ എടുക്കാൻ പോകുന്ന നടപടി എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.